രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഉപഹാരങ്ങൾ ഇപ്പോഴും അയോധ്യയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തർ പൂജിച്ച വസ്തുക്കളടക്കം ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണോ അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പൂജിച്ച വസ്തുക്കൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം ഭഗവാൻ ശ്രീരാമൻ ഭാരതത്തിന്റെ ഒരു മര്യാദാ പുരുഷോത്തമൻ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ഭാരതത്തിന്റെ സംസ്കൃതിയുടെ പ്രതീകമാണ്. അതിനാൽ ജമ്മു കശ്മീർ മുതൽ കേരളം വരെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നായി, അതല്ലെങ്കിൽ ഗുജറാത്ത് മുതൽ അങ്ങ് വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം വസ്തുക്കൾ, വ്യത്യസ്തമായിട്ടുള്ള നെയ്യ്, അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള മണികൾ, ഗുജറാത്തിൽ നിന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിയുമായി ഒരു ലോറി തന്നെ എത്തിയ സംഭവങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ രാമക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ട വസ്തുക്കളുമായുള്ള ഒഴുക്ക് നമുക്ക് അയോധ്യയുടെ വിവിധ ഇടങ്ങളിൽ കാണാൻ ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഈ രീതിയിലുള്ള പ്രദർശനങ്ങൾ അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം നമുക്കറിയാം, ഈ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ളവർ എത്തുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സരയൂ നദീതീരത്താണ്. ഇവിടെ പ്രധാനമന്ത്രി ഒരുപക്ഷെ സ്നാനം നടത്താൻ എത്തുന്ന ഘാട്ട് ഇത് തന്നെ ആയിരിക്കാം. ഇവിടെ വാട്ടർ മെട്രോയുടെ ഉദ്ഘാടന കർമ്മം ഉൾപ്പെടെ പ്രധാനമന്ത്രി നിർവഹിക്കേണ്ടതുണ്ട്. കൊച്ചിക്ക് ശേഷം അയോധ്യയിലാണ് ഭാരതത്തിൽ രണ്ടാമത്തെ വാട്ടർ മെട്രോ പദ്ധതി ആരംഭിക്കാൻ പോകുന്നത്. ഈ സരയൂ നദീതീരത്തുള്ള 14 കടവുകളിലൂടെ കടന്നു പോകുന്നതാണ് ഈ വാട്ടർ മെട്രോ പ്രോജക്റ്റ്. അതിന്റെ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒരുപക്ഷെ അത് സംബന്ധിച്ചുള്ള വ്യക്തത ഇനിയും വരാനുണ്ട്, എവിടെയാണ് അതിന്റെ ഉദ്ഘാടനം നടക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ ഗുപ്തർ ഘാട്ടിന് സമീപത്താകും ഒരുപക്ഷെ പ്രധാനമന്ത്രി എത്തുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അയോധ്യ നഗരത്തിൽ പൂർത്തിയാകുന്നുണ്ട്. രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമക്ഷേത്രത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വസ്തുക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേക തരത്തിലുള്ള നെയ്യ്, അതോടൊപ്പം തന്നെ അഭിഷേകം ചെയ്യുന്നതിനുള്ള വസ്തുക്കൾ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഭാരതത്തിന്റെ ഒരു പരമ്പരാഗത സംസ്കാരം വിളിച്ചോതുന്ന രീതിയിൽ, അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വ്യത്യസ്തമായ ആചാര പദ്ധതികളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അതെല്ലാം ഇപ്പോൾ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി ഗൗതം, പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സർവ്വസജ്ജമായി അയോധ്യ നഗരി. ശ്രീരാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ വിഗ്രഹം എത്തിച്ചു. സന്യാസി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിലാണ് വിഗ്രഹം ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണനും ജിഷ്ണു കൃഷ്ണനും.